യേശു ആരിലും മതിയായവനെന്ന് പറഞ്ഞതിന്റെ പവർ എന്താണെന്ന് മനസ്സിലായോ? ഇപ്പൊ പാടിയ വാക്കിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലായോ? ഇതുവരെ നിന്റെ മുൻപിൽ നിൽക്കുന്ന അസാധ്യതകൾ, അവയെ പേടിച്ചു നീ പറഞ്ഞ വാക്കുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് പകൽ നീ പറയുന്ന പദത്തിന് വ്യത്യാസമുണ്ട്. ഇന്ന് പകൽ നീ ആ പറഞ്ഞ വാക്കിനൊരു വ്യത്യാസമുണ്ട്. ഇതുവരെ അസാധ്യതകളെ പേടിച്ചു നീ പറഞ്ഞ ഭയത്തിന്റെ വാക്കുകൾ അല്ലത്, മറിച്ച് ഏത് അസാധ്യതകളെയും സാധ്യമാക്കുന്ന ദൈവത്തിലുള്ള നിന്റെ ആശ്രയവും വിശ്വാസവുമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. എന്റെ യേശു ആരിലും മതിയായവൻ. നിന്റെ പ്രശ്നം എത്ര വലുതാകട്ടെ, നിന്റെ പ്രതിസന്ധി എത്ര വലുതാകട്ടെ, നീക്കുപോക്കില്ലാത്ത പ്രശ്നമാകട്ടെ, ആർക്കും ഇടപെടാൻ കഴിയാത്തതാകട്ടെ, amen, amen, no matter what situation that you are in, but my God is able, my God is sufficient, amen. എന്റെ കർത്താവ് സകലത്തിനും മതിയായവനാണ്. തിരുവചനം അത് തന്നെ പറയുന്നു, അവൻ സകലത്തിനും മതിയായവൻ. ഈ മതിയായവനായ കർത്താവാണ് ഇന്ന് പകൽ എന്റെ ദൈവം എന്ന് വിശ്വസിക്കുമ്പോൾ, അതൊന്ന് അറിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഉറപ്പും ഒരു സന്തോഷവും ഒരു ധൈര്യവും ഇന്ന് പകൽ അകത്ത് വ്യാപരിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ ചേർത്ത് തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് let your faith rise. നിനക്ക് വേണ്ടി തൊട്ടടുത്ത നിമിഷം ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതം സ്വീകരിക്കുക. ഇന്ന് പകൽ നിന്റെ അകത്ത് വിശ്വാസമൊന്ന് കത്തിപ്പിടിക്കട്ടെ, വിശ്വാസമൊന്ന് ആളി കത്തട്ടെ. ഇന്ന് പകൽ ചിലർ മലകളെ നീക്കുന്ന വിശ്വാസം, ഇന്ന് ചെങ്കടലിനെ രണ്ടാക്കുന്ന വിശ്വാസം, ഇന്ന് പകൽ മരിച്ച് 4 ദിവസം കഴിഞ്ഞതാണെങ്കിലും ജീവനോട് പുറത്തു വരുമെന്ന് വിശ്വസിക്കാൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന, നിന്റെ അകത്ത് ചലിക്കുന്ന, നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ഒരസാധാരണമായ വിശ്വാസം